जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्तर बंगा विंध्य हिमाचल यमुना गंगा उच्चल गंगा तव शुभ नामे जाने तव शुभ आशीष मांगे गावे तव जय गाथा जय गण मंगल दायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे celebrating our great nation's 79th Independence Day. As you know, in India there are so many religious, languages, castes and subcastes, but we are living together with harmony, with communal harmony. But now in India some elements are trying to destroy our country's integrity, sovereignty and unity. We together destroy those elements, keep our country's integrity and unity. Thank you. Omari ആദ്യമായി ആശംസിക്കുന്നു. നമ്മളിന്ന് സ്വാതന്ത്ര്യത്തോടുകൂടി ഒരു കൊടിക്കീഴിൽ ഈ പ്രദേശത്ത് എല്ലാവിധ വൈവിധ്യങ്ങളോടും കൂടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അതുതന്നെയാണ് സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പരസ്പരം ഒരുമിച്ച് കൂടാൻ സ്വാതന്ത്ര്യമുണ്ട്, പരസ്പരം കൈകോർക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, പരസ്പരം സ്നേഹിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്, നന്മയെ ഉൾക്കൊള്ളുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, തിന്മയെ എതിർക്കുവാനും തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്, നല്ല മനുഷ്യരാകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ മറക്കരുത്. സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിലോമകരമായ സമീപനം സ്വീകരിക്കുന്ന ആളുകളോടാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അവർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിലെല്ലാം നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുമുള്ള തിന്മകളെയും അതുപോലെ അനൈക്യത്തെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇന്ന് വ്യക്തിപരമായിട്ടും സാമൂഹികമായിട്ടും നമുക്ക് കിട്ടിയിട്ടുള്ള ഈ സ്വാതന്ത്ര്യത്തെ അത് നമ്മൾ വിലമതിക്കണം. കാരണം നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യമുണ്ട് എന്ന പേരിൽ അറിയുന്ന രാജ്യങ്ങളിൽ പോലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും അതുപോലെ തന്നെ പാരതന്ത്ര്യവും നമ്മൾ കണ്ട് ദിവസം എന്നപോലെ കണ്ണീരൊഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ എത്ര തന്നെ കുറഞ്ഞതാണെങ്കിലും ഉള്ള നന്മകളെയും ഉള്ള സ്വാതന്ത്ര്യത്തെയും ആ ഐക്യത്തെയും ഊതി കാച്ചി അതിനെ വലിയ ഒരു ജ്വാലയാക്കി മാറ്റുവാൻ, എല്ലാറ്റിനെയും കരിച്ചു കളയുന്ന ജ്വാലയാക്കി മാറ്റുവാൻ, എല്ലാറ്റിനെയും കൂട്ടിച്ചേർത്ത് പിടിക്കുന്ന നന്മയാക്കി മാറ്റുവാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കുക എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളെയും അയവിറക്കിക്കൊണ്ടും സ്വാതന്ത്ര്യദിനം ഇന്ന് ആഘോഷിക്കുകയാണ്. ഞാനിപ്പോൾ വരുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പഴയ കാലത്തും നമ്മൾ ഈ രൂപത്തിൽ സ്വാതന്ത്ര്യദിനം എത്രമാത്രം വിപുലമായി ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് നാം മാനസികമായി അറിഞ്ഞുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു ലോകത്ത് ഈ ഒരു സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ രാജ്യം
സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ ഇന്ത്യ എത്രത്തോളം പവിത്രമാണെന്ന് എത്രത്തോളം പവിത്രത ബോധ്യമാകുന്നത്. അതായത് ഈ വൈദ്യവേളയിൽ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവർക്കും എല്ലാ മാധ്യമങ്ങളിലൂടെയും മറ്റും നിലവിലുള്ള സാഹചര്യങ്ങൾ അറിയുന്നുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവിധ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ എല്ലാവരും എല്ലാ നിലക്കുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള മക്കൾക്കും തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഈ ഒരു